ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഡാറ്റ ടൈപ്സ് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഒരാളുടെ ഏജ്, അല്ലെങ്കിൽ ഒരാളുടെ ഹൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലത്തെ ഒരു ആവറേജ് മാർക്ക്, അല്ലെങ്കിൽ ഒരാളുടെ നെയിം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റ ടൈപ്സ് ആണ് യൂസ് ചെയ്യുക. ഡാറ്റ ടൈപ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ആ വേരിയബിളിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡാറ്റ ടൈപ്സ് മെയിനായിട്ട് ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ്, ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സും അതേപോലെ റിയൽ ഡാറ്റ ടൈപ്സും. ഇന്റഗ്രൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഇൻറ്റും ക്യാരക്ടറും. അതേപോലെ റിയൽ ഡാറ്റ ടൈപ്സ് ഉണ്ട്. റിയൽ ഡാറ്റ ടൈപ്സിന് ഫ്ലോട്ടും ഡബിളും. മെയിനായിട്ട് ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റ് ക്യാരക്ടർ. അതേപോലെ റിയൽ ഡാറ്റ ടൈപ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഫ്ലോട്ടും ഡബിളും. ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ് നമുക്ക് വോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും, 1 2 3 അല്ലെങ്കിൽ -1 -2, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. അതാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. അതിൽ നമുക്ക് A, B, 5 അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം. ഇൻഡിജർ ഡാറ്റ ടൈപ്സ് നമുക്ക് -10, 10, 25 അങ്ങനെ വോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. 10.53, 27.67 അങ്ങനെയുള്ള ഫ്രാക്ഷണൽ വാല്യൂ നമുക്ക് ഇൻഡിജർ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതിന് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് റിയൽ ഡാറ്റ ടൈപ്പ്. റിയൽ ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റുള്ള വാല്യൂസ് 3.5 അല്ലെങ്കിൽ 5.9 അങ്ങനെയുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയൽ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. റിയൽ ഡാറ്റ ടൈപ്സ് രണ്ടെണ്ണം ഉണ്ട്, ഫ്ലോട്ടും ഡബിളും. അതിൽ ഫ്ലോട്ടിനേക്കാൾ കുറച്ചുകൂടി പ്രിസിഷൻ ഉള്ളത് ഡബിളിലാണ്. അത് ഡബിള് 8/8 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിന് 4/8 ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. ഡബിൾ ആണ് കുറച്ചുകൂടി പ്രിസിഷൻ ഉള്ളത്, ഡബിൾ ആണ്. ഫ്ലോട്ടും ഡബിളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷൻ പോയിന്റ്സ് ഉള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിന്റെ സിൻഡെക്സ് എങ്ങനെ നോക്കി നോക്കാം, അത് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതിന്റെ സിൻഡെക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പിന്റെ നെയിം എഴുതും. ഡാറ്റ ടൈപ്പിന്റെ നെയിം എഴുതും. അതിനുശേഷം വേരിയബിളിന്റെ നെയിം കൊടുക്കുക. അതിനുശേഷം കോമ. ഇതാണ് ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, പിന്നെ ഈ ഒരു സെമിക്കോളൻ. ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ എന്നാണ് ഇതിന് പറയുക, ഡിക്ലറേഷൻ. ഇതിന്റെ എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഇന്റ് ഏജ്, അല്ലെങ്കിൽ ക്യാരക്ടർ CH, ഫ്ലോട്ട് ഹൈറ്റ് GHT, അല്ലെങ്കിൽ ഡബിൾ ആവറേജ്. വേണ്ട, ഇതിൽ ഇന്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പിന്റെ നെയിമാണ്. ഡാറ്റ ടൈപ്പിന്റെ നെയിമാണ് ആദ്യം കൊടുക്കുക, ഇന്റ്. അതേപോലെ ക്യാരക്ടർ, അതേപോലെ ഫ്ലോട്ട്, അതേപോലെ ഡബിൾ. അതിനുശേഷം വേരിയബിളിന്റെ നെയിം കൊടുക്കും. വേരിയബിൾ നെയിമാണ് ഇവിടെ ഏജ്, CH, ഹൈറ്റ്, ആവറേജ്, പിന്നെ സെമിക്കോളൻ കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇതിനാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡാറ്റ ടൈപ്പിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സിസ്റ്റം എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്ന്, അതായത് മെമ്മറി മാനേജ്മെന്റും കൂടി ഡാറ്റ ടൈപ്പിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ നിന്ന് ഈ ഡാറ്റ ടൈപ്പ് ഇന്റ് ഡാറ്റ ടൈപ്പാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏജ് എന്നുള്ള വേരിയബിളിൽ നമ്മൾ ഒരു ഇന്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഏജ് എന്ന വേരിയബിളിൽ 25, 28 അങ്ങനെയുള്ള വാല്യൂസ് മാത്രമേ വരുള്ളൂ. ഹൈറ്റ് എന്ന വേരിയബിൾ ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലുള്ള വാല്യൂസ് ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ എന്നാണ്. ഏത് ഡാറ്റ ടൈപ്പിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് നമുക്ക് വേരിയബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഏത് ഡാറ്റ ടൈപ്പിൽ നെയിം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ടൈപ്പ് ടെൽസ് ദി കമ്പ്യൂട്ടർ ഹൗ മച്ച് മെമ്മറി ടു അലോക്കേറ്റ് ഫോർ എ വേരിയബിൾ. അതായത് ഇവിടെ ഞാൻ ഏജ് കൊണ്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏജ് എന്ന വേരിയബിൾ ഇൻഡിജർ വേരിയബിൾ ആണ്. ഇന്റ് വേരിയബിളിന്റെ സൈസ് നമ്മൾ കമ്പൈലർ ഡിപ്പെൻഡന്റ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കമ്പൈലർ ഡിപ്പെൻഡന്റ്, കമ്പൈലർ ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡന്റ്. അതായത് നമ്മുടെ GCC കമ്പൈലർ, അതേപോലെ ടർബോസി, അങ്ങനെ മൈക്രോസോഫ്റ്റ്, അങ്ങനെ ഡിഫറെന്റ് കമ്പൈലേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് കമ്പൈലേഴ്സിന്റെ ഡിപ്പെൻഡന്റ് ആണ് ഇന്റിന്റെ. നമ്മുടെ GCCയിൽ ഇന്റിജറിന്റെ സൈസ് പറഞ്ഞാൽ, GCC കമ്പൈലറിൽ ഇന്റിന്റെ സൈസ് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ്. അപ്പൊ ആരെങ്കിലും ഇന്റിന്റെ സൈസ് ചോദിക്കുകയാണെങ്കിൽ കമ്പൈലർ ഡിപ്പെൻഡന്റ് എന്നാണ് പറയുക. പിന്നെ ക്യാരക്ടറിന്റെ സൈസ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് പറഞ്ഞാൽ 1 ബൈറ്റ്. അതായത് ഇപ്പോ ക്യാരക്ടർ ഏജ് കൊണ്ട് ഞാനിപ്പോ ക്യാരക്ടർ CH കൊണ്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. അപ്പൊ CHന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. ഇന്റെ ഏജ് കൊണ്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ആക്കിയ ഏജിന് നമ്മുടെ സിസ്റ്റത്തിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക 4 ബൈറ്റ് ആണ് GCC കമ്പൈലറിൽ. നമ്മുടെ ഡിഫറെന്റ് കമ്പൈലറിനനുസരിച്ച് ഇന്റിന്റെ വേരിയബിളിന്റെ സൈസ്
ഇന്റ് എന്ന ഡാറ്റ ടൈപ്പിന്റെ സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ക്യാരക്ടറിന്റെ സൈസ് 1 ബൈറ്റ് ആണ്. ഇനി ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിന്റെ സൈസ് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ്. ഡബിൾ എന്ന ഡാറ്റ ടൈപ്പിന്റെ സൈസ് പറഞ്ഞാൽ 8 ബൈറ്റ് ആണ്. അപ്പൊ നമുക്കൊരു ഡാറ്റ ടൈപ്പിന്റെ ഡാറ്റ ടൈപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഞാൻ ഏജ് എന്ന ഡാറ്റ ടൈപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഇന്റ് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പൊ അതിൽ നിന്ന് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഇന്റിജർ ആണ്. പിന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതിന് 4 ബൈറ്റ് സൈസ് ആണ് നമ്മുടെ GCC കമ്പൈലറിൽ ഉള്ളത്. ഇപ്പൊ ക്യാരക്ടർ ആണെങ്കിൽ അതിന്റെ ക്യാരക്ടർ CH എന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതൊരു ക്യാരക്ടർ വേരിയബിൾ ആണ് CH. അതിൽ ക്യാരക്ടർ ആണ് സ്റ്റോർ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. നമ്മുടെ സിസ്റ്റത്തിൽ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി 1 ബൈറ്റ് ആണ്. അതേപോലെ ഹൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. 3.7 അങ്ങനെ എന്തെങ്കിലും ഫ്രാക്ഷൻ പോയിന്റ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി 4 ബൈറ്റ് ആണ്. ഡബിളിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി 8 ബൈറ്റ് ആണ്. നമുക്കിനി ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. ഇതിനെ ആദ്യം ക്യാരക്ടർ കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി CH, അതിനുശേഷം ഇന്റ് കൊണ്ടൊരു വേരിയബിൾ ഇന്റ് ഏജ്, അതിനുശേഷം ഫ്ലോട്ട് കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി ഫ്ലോട്ട് ആവറേജ്, അതിനുശേഷം പിന്നെ ഡബിളിലൊരു വാല്യൂ ക്രിയേറ്റ് ആക്കി ഡബിളിൽ ഞാൻ ഹൈറ്റ് കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി HT കൊണ്ട് വേരിയബിൾ ക്രിയേറ്റ് ആക്കി. ഇപ്പൊ 4 വേരിയബിൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ ഈ 4 വേരിയബിൾ ഉണ്ടായിരിക്കുക നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക ഗാർബേജ് വാല്യൂസ് ആയിരിക്കും. കാരണം നമ്മളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ വേരിയബിൾ ഞാൻ printf യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഗാർബേജ് വാല്യൂസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇത് ബൈ ഡീഫോൾട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന വാല്യൂസ് ഗാർബേജ് വാല്യൂ ആയിരിക്കും. ബൈ ഡീഫോൾട്ട് all the variables have garbage value. അതായത് നമ്മൾ ഒറ്റ വാല്യൂ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇൻറ്റീജർ പറഞ്ഞിട്ട് ഡിക്ലറേഷൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ക്യാരക്ടർ CH, ഫ്ലോട്ട് ഹൈറ്റ്, ഡബിൾ ആവറേജ്, അങ്ങനെ ജസ്റ്റ് വേരിയബിൾസ് ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ഉണ്ടായിരിക്കുന്ന വാല്യൂസ് ഗാർബേജ് വാല്യൂസ് ആയിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ വാല്യൂസ് ആണ്, നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഉണ്ടാവുന്ന വാല്യൂസ് ആണ് ഗാർബേജ് വാല്യൂ. നമുക്ക് പറയാൻ പറ്റില്ല സിസ്റ്റത്തിൽ ആ മെമ്മറിയിൽ എന്തൊക്കെ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി വാല്യൂസ് കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ വാല്യൂസ് ഹാർഡ് കോർ ആയിട്ട് കോൺസ്റ്റന്റ് വാല്യൂസ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ക്യാരക്ടർ CH അവിടെ ക്യാരക്ടർ വാല്യൂസ് കൊടുക്കുക. ക്യാരക്ടർ എപ്പോൾ കൊടുക്കുമ്പോഴും സിംഗിൾ കോട്ടിൽ കൊടുക്കുക. അതായത് സിംഗിൾ കോട്ടിൽ ഇപ്പൊ ക്യാപിറ്റൽ ആണെങ്കിൽ ജസ്റ്റ് ക്യാപിറ്റൽ സിംഗിൾ കോട്ട് കൊടുക്കുക, അവസാനിപ്പിക്കുക. പിന്നെ എന്ത് ലൈനിലും ഏറ്റവും അവസാനം സെമിക്കോളം കൊടുക്കുക. സെമിക്കോളം കൊടുത്താലാണ് ടെർമിനേറ്റ് ആവുക ആ ലൈനിൽ. ഇനി ഇന്റെ ഏജിന്റെ അവിടെ ഏജ് ഈക്വൽ ടു 78 ജസ്റ്റ് കൊടുത്തു. ഇനി ആവറേജ്, ഫ്ലോട്ട് ആവറേജ് വാല്യൂ ഞാനിപ്പോ ഒരു 56.45 കൊടുത്തു. അതിനുശേഷം ഹൈറ്റ് സെന്റിമീറ്ററിലാണ് ഞാനിപ്പോ 156.56 കൊടുത്തു. ജസ്റ്റ് അവസാനിപ്പിച്ചു. എനിക്ക് ഈ വാല്യൂസ് പ്രിന്റ് ചെയ്യണം വിചാരിക്കുക. ഈ വാല്യൂസ് ഒക്കെ പ്രിന്റ് ചെയ്യണം വിചാരിക്കുക. അപ്പൊ പ്രിന്റ്എഫിന്റെ അകത്ത് എനിക്ക് ആദ്യം പ്രിന്റ് ചെയ്യേണ്ടത് CH ആയിരിക്കും. CH പ്രിന്റ് ചെയ്യണം വിചാരിക്കുക. ഇങ്ങനെ നമുക്ക് ഓരോ ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അതാണ് ഫോർമാറ്റ് സ്പെസിഫയർ. അതായത് നമുക്ക് ഓരോ ഡാറ്റ ടൈപ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് യൂസ് ചെയ്യുക. ക്യാരക്ടർ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %C. ഇന്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഒന്നെങ്കിൽ %D യൂസ് ചെയ്യാം, അല്ലെങ്കിൽ %I യൂസ് ചെയ്യാം. ഇനി ഫ്ലോട്ട് വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടി. ഫ്ലോട്ട് വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് %F യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡബിൾ വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ %LF ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുക ഓരോ ഡാറ്റ ടൈപ്സ് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഈ പ്രോഗ്രാമിന് ഞാൻ CH പ്രിന്റ് ചെയ്യണം. CH പറഞ്ഞ ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് ആണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്സ് നമ്മൾ പറഞ്ഞു %C ആണ് യൂസ് ചെയ്യുക. അപ്പൊ അവിടെ %C കൊടുക്കുക. അതിനുശേഷം ഈ കോട്ട് അവസാനിപ്പിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു കോമ കൊടുക്കുക. ഏത് വേരിയബിൾ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്, ക്യാരക്ടർ, ആ വേരിയബിളിന്റെ നെയിം കൊടുക്കുക. വേരിയബിളിന്റെ നെയിം CH. അതിനുശേഷം ആ ബ്രാക്കറ്റ് അവസാനിപ്പിക്കുക, ജസ്റ്റ് സെമിക്കോളം കൊടുക്കുക. ഇനി അടുത്ത വീണ്ടും ഇതേപോലെ printf ഞാൻ ജസ്റ്റ് കോപ്പി എടുക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഏജ് ആണ്. ഏജ് പ്രിന്റ് ചെയ്യണം. ഏജ് പറഞ്ഞാൽ എന്താ, ഇന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇന്റ് വേരിയബിൾ ഒന്നെങ്കിൽ %D യൂസ് ചെയ്യാം, അല്ലെങ്കിൽ %I യൂസ് ചെയ്യാം. ഞാൻ അവിടെ %D ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വേരിയബിളിന്റെ നെയിം കൊടുക്കുക. വേരിയബിളിന്റെ നെയിം പറഞ്ഞാൽ ഏജ് എന്നാണ്. ഏജ് എന്ന് വേരിയബിൾ കൊടുത്തു. നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എന്തിട്ടാ, ആവറേജ് വാല്യൂ നമ്മൾ ഫ്ലോട്ട് വേരിയബിൾ ആണ്. ഫ്ലോട്ട് വേരിയബിളിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് ഞാൻ %F ആണ്. %F കൊടുക്കുക. എന്നിട്ട് അവിടെ ആ പ്ലോട്ടിന്റെ വേരിയബിളിന്റെ നെയിം ആവറേജ് എന്ന് കൊടുക്കുക. അടുത്ത വേരിയബിൾ എന്തിട്ടാ, ഹൈറ്റ് HEIGHT കൊടുത്തു.
അതിനുശേഷം അതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ പെർസെന്റേജ് LF കൊടുത്തു. അതിനുശേഷം അതിന്റെ നെയിം കൊടുക്കുക. നെയിം പറഞ്ഞാൽ HEIGHT. അപ്പൊ ഇവിടെ പ്രിന്റ് എഫ് യൂസ് പറയുന്നത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡിസ്പ്ലേയിൽ CH is equal to ഈ പെർസെന്റേജ് സിയുടെ അവിടെ നമ്മൾ കോമയ്ക്ക് ശേഷം കൊടുത്ത ഓർഡറിൽ നമുക്ക് ഒന്നിലധികം ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കാം. നമുക്ക് ആദ്യം ഇത് നോക്കാം എന്താണ്. അപ്പൊ ഈ പെർസെന്റേജ് സിയുടെ അവിടെ CH എന്ന വേരിയബിൾ എന്താ ഉള്ളത്? CH എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ വേരിയബിൾ ആണ്. ക്യാരക്ടർ വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർസെന്റേജ് C കൊടുത്തുള്ളത്. അപ്പൊ CH വാല്യൂസ് A എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യും. അപ്പൊ CH is equal to ക്യാപിറ്റൽ A എന്ന് പ്രിന്റ് ചെയ്യും. അതേപോലെ ഏജ് is equal to ഏജിലുള്ള വാല്യൂസ് 78. 78 ഉള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യും. ആവറേജിൽ 56.45 പിന്നെ ഒരു 4 0 കൂടി പ്രിന്റ് ചെയ്യും. അതായത് ഫ്ലോട്ടിലും ഡബിളിലും നമ്മൾ സാധാരണ പ്രിന്റ് ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷം 6 വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ അതിക്ക് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം GCC കൊടുക്കുക, ഫയലിന്റെ നെയിം ടൈപ്പ് ചെയ്യുക, കമ്പൈൽ ചെയ്തു. ഇപ്പൊ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് LS അടിക്കുക. LS അടിച്ചു കൊടുത്താൽ A.out ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഫയൽ. അപ്പൊ ഔട്ട്പുട്ട് ഫയൽ ജസ്റ്റ് റൺ ചെയ്യുക. റൺ ചെയ്തപ്പോ കണ്ട CHA ഏജ് 78, ആവറേജ് 56.450001, ഹൈറ്റ് ഇതെല്ലാം കൂടിയിട്ട് സിംഗിൾ ലൈനിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് സിംഗിൾ ലൈനിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ നോക്കി നോക്കാം. സിംഗിൾ ലൈനിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ പെർസെന്റേജ് സിക്ക് ശേഷം സ്ലാഷൻ ടൈപ്പ് ചെയ്യുക. സ്ലാഷൻ ടൈപ്പ് ചെയ്ത ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്തിട്ടാണ് സ്ലാഷൻ കൊടുക്കുക. ന്യൂ ലൈൻ വീണ്ടും ന്യൂ ലൈൻ. ഇനി ഞാൻ ജസ്റ്റ് സേവ് ചെയ്യണം. ഫയൽ സേവ് ചെയ്തു. നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കമ്പയർ ചെയ്യണം. GCC ഫയൽ നെയിം അതിനുശേഷം റൺ ചെയ്യുക. ഇപ്പൊ കണ്ട ക്യാരക്ടർ CH is equal to ക്യാപിറ്റൽ A, ഏജ് is equal to 78, ആവറേജ് is equal to 56.450001, ഹൈറ്റ് is equal to 156.56. നമുക്കിപ്പോ പോയിന്റിന് ശേഷം ഇപ്പൊ കറക്റ്റ് ഇപ്പൊ 6 വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. 6 വാല്യൂക്ക് പകരം നമുക്കൊരു 2 വാല്യൂ പോയിന്റിന് ശേഷം 2 വാല്യൂസ് പ്രിന്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പെർസെന്റേജ് F ഇല്ലേ, പെർസെന്റേജ് Fന്റെ അവിടെ ഈ പെർസെന്റേജ് കഴിഞ്ഞ ശേഷം 2 കൊടുക്കുക. അതേപോലെ ഇവിടെ ഫ്ലോട്ടിന്റെ അവിടെയും പെർസെന്റേജിന് ശേഷം 2 വാല്യൂസ് പ്രിന്റ് ചെയ്യണോ 3 വാല്യൂസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ 3 കൊടുക്കുക. ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യണം. അതിനുശേഷം വീണ്ടും കമ്പയർ ചെയ്തു. അതിനുശേഷം റൺ ചെയ്തു. ഇപ്പൊ കണ്ട ക്യാരക്ടർ A, ഏജ് 78, ആവറേജ് 56.45. അതായത് നമ്മൾ പോയിന്റിന് ശേഷം 2 വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി. ഹൈറ്റ് 156.560, പോയിന്റിന് ശേഷം 3 വാല്യൂസ് പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പോയിന്റിന് ശേഷം എത്ര വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യുന്നത് അത് നമുക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 4 ലൈൻസ് യൂസ് ചെയ്തിട്ടുണ്ട് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതിന് പറയാൻ ഇപ്പൊ ഈ ഏജ് എന്നുള്ളത് എനിക്ക് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യണം വിചാരിക്കുക. ഈ ഫോർമാറ്റ് സ്പെസിഫയർ ഇവിടെ നിന്ന് യൂസ് ചെയ്യണം വിചാരിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ നോക്കി. അതിന് മുന്നേ ഞാൻ ഈ ലൈൻ ജസ്റ്റ് ഞാൻ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 തവണ സ്ലാഷ് കൊടുത്താൽ സ്ലാഷനല്ല ജസ്റ്റ് സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ലൈൻ കമന്റ് ചെയ്യാൻ പറ്റും. ഈ ഏജ് എനിക്ക് ഈ ലൈനിൽ തന്നെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവുക. അതിനുശേഷം ഏജ് എന്ന് ടൈപ്പ് ചെയ്യുക. ഏജ് is equal to ഏജ് എന്ന വേരിയബിൾ ഏത് ഡാറ്റ ടൈപ്പാണ്? ഇന്റിജർ ഡാറ്റ ടൈപ്പാണ്. അപ്പൊ ഇന്റിജർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പെർസെന്റേജ് D പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ പെർസെന്റേജ് I യൂസ് ചെയ്യണം. ഞാൻ ഇപ്രാവശ്യം പെർസെന്റേജ് I ആണ് യൂസ് ചെയ്യുന്നത്. പെർസെന്റേജ് I യൂസ് ചെയ്തു. പെർസെന്റേജ് I യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോമ കൊടുത്തു. ഇത് കഴിഞ്ഞ ശേഷം കോമ കൊടുക്കുക. അതിനുശേഷം CH കൊടുത്തു. CH കൊടുത്തു കഴിഞ്ഞ ശേഷം വീണ്ടും കോമ കൊടുത്തതിന് ശേഷം ഏജിന്റെ വേരിയബിളിന്റെ നെയിം ഏജ് എന്ന് കൊടുക്കുക. അതായത് ഈ പെർസെന്റേജ് C കറസ്പോണ്ടിങ് ടു CHന്റെ, ഈ പെർസെന്റേജ് I കറസ്പോണ്ടിങ് ടു ഏജ്. ഇവിടെ അതേ ഓർഡറിൽ കോമയ്ക്ക് ശേഷം ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അതേ ഓർഡറിൽ വേരിയബിൾ നെയിം കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഫയൽ സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്തു. അതിനുശേഷം റൺ ചെയ്തു വേണ്ട ക്യാരക്ടർ ഏജ് 78, പിന്നെ ആവറേജ്, പിന്നെ ഹൈറ്റ്. ഏജ് കഴിഞ്ഞിട്ട് 78 കഴിഞ്ഞിട്ട് ന്യൂ ലൈൻ നമ്മൾ പ്രിന്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ സിംഗിൾ ലൈൻ തന്നെ എല്ലാം കൂടി വന്നത്. ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്ലാഷിന് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് സ്ലാഷിന് കൊടുക്കുക, /n കൊടുക്കുക, അതിനുശേഷം സേവ് ചെയ്യുക. ഇനി ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് കമ്പയർ ചെയ്ത് റൺ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് സിംഗിൾ ലൈനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനാണ് ഇത് ചെയ്യുന്നത്. ഇത് സിംഗിൾ ലൈൻ കമന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ ലൈനിൽ തന്നെ എനിക്കിപ്പോ ആവറേജിന്റെ വാല്യൂ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാൻ പറ്റൂട്ടോ. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ ഒക്കെ കൊടുക്കണമെങ്കിൽ അതേ ഓർഡറിൽ തന്നെ, ഈ കോമയ്ക്ക് ശേഷം അതേ ഓർഡറിൽ തന്നെ ആ വേരിയബിളിന്റെ നെയിം കൊടുക്കാൻ പറ്റും. ഞാനിവിടെ പെർസെന്റേജ് C പറഞ്ഞിട്ടുള്ള വേരിയബിൾ കൊടുത്തിട്ടുള്ളത് ക്യാരക്ടറിനാണ്. പക്ഷെ ഞാൻ ഇവിടെ ക്യാരക്ടറിന് പകരം ഏജ് കൊടുത്തു വിചാരിക്കും. അതിനുശേഷം ഏജിന്റെ അവിടെ ഞാൻ CH കൊടുത്തു വിചാരിക്കും. അപ്പൊ CHന്റെ അവിടെ I ഉണ്ട്. ആ പെർസെന്റേജ് I ആണ് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ അതിന്റെ ഒരു ആസ്കി വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. അതായത് ഈ ആഡ് ആസ്കി വാല്യൂ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക. അതേപോലെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ 78 ആണ് കൊടുത്തിട്ടുള്ളത്. 78 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. 78 കറസ്പോണ്ടിങ് ക്യാരക്ടർ വാല്യൂ പറഞ്ഞാൽ ഒരു ആൽഫബറ്റ് ആണ് വരിക. ആഡ് കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ പറഞ്ഞാൽ 65 വരിക. ഞാൻ ഈ ജസ്റ്റ് പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. TCC റൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടർ 78 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ N വന്നു, ക്യാപിറ്റൽ ആക്കി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ 65 വന്നു. അപ്പൊ അതാണ് വ്യത്യാസം. ഞാൻ സെയിം പ്രോഗ്രാം ജസ്റ്റ് ഈ ഓർഡർ വ്യത്യാസം വരുത്തി. നേരത്തെ ഓർഡർ CH ഏജ് എന്നായിരുന്നു. അതായത് ക്യാരക്ടറിന്റെ അവിടെ കറക്റ്റ് CH, അതായത് ക്യാരക്ടർ ഫോർമാറ്റ് സ്പെസിഫയറിന് CH എന്ന വേരിയബിൾ കൊടുത്തു. ഏജിന്റെ പെർസെന്റേജ് ഐക്ക് ഫോർമാറ്റ് സ്പെസിഫയറിന് അതേ ഓർഡറിന് ഏജ് കൊടുത്തു. ജസ്റ്റ് മാറ്റം വരുത്തിയപ്പോ ആസ്കി വാല്യൂക്ക് അനുസരിച്ച് ക്യാരക്ടറിന്റെ വാല്യൂ വ്യത്യാസം വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഫോർമാറ്റ് സ്പെസിഫയറിന്റെ അതേ ഓർഡറിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഏജ് ആദ്യം കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പൊ ഇവിടെ CH തന്നെ കൊടുക്കുക, ഇവിടെ ഏജ് കൊടുക്കുക. അല്ലെങ്കിൽ ആസ്കി വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. കാരണം ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക ആസ്കി വാല്യൂ വെച്ചിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തെ ഇന്റിജർ 4 ബൈറ്റ് ആണ്, ക്യാരക്ടർ 1 ബൈറ്റ്. നമുക്ക് ഈ നമ്മുടെ സിസ്റ്റത്തിലെ ഓരോ ഡാറ്റ ടൈപ്പ് എത്ര ബൈറ്റിലാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കണ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ പറഞ്ഞാൽ ഹൗ മെനി മെമ്മറി അലോക്കേറ്റഡ് അത് റിട്ടേൺ ആണ് ചെയ്യുക. ഇറ്റ് വിൽ റിട്ടേൺ ഹൗ മെനി byte allocated for a variable or data type or a value. ഇത് നമ്മൾ സൈസ് ഓഫ് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇറ്റ് വിൽ ബി ഓൾവേസ് എ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ അതിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ %ZU എന്നാണ്. അത് പോർട്ടബിൾ ആണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് പിന്നെ ബ്രാക്കറ്റ് കൊടുക്കുക ഇന്റ്. അതായത് ഡാറ്റ ടൈപ്സ് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേരിയബിളിന്റെ നെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തും ചെയ്യാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ചെയ്യാം. അതായത് വേരിയബിളിന്റെ നെയിം ഇപ്പൊ ഏജ് ആയിരിക്കുക, അപ്പൊ ജസ്റ്റ് ഏജ് എന്നും കൊടുക്കുക, അല്ലെങ്കിൽ സൈസ് ഓഫ് ഏജ് എന്നും കൊടുത്താലും കുഴപ്പമില്ല. എങ്ങനെ കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രിന്റ് എഫിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യണം. പ്രിന്റ് എഫ് ക്യാരക്ടർ സൈസ് ഇസ് ഈക്വൽ ടു %ZU നമ്മൾ പറഞ്ഞു. സൈസ് ഓഫിന്റെ എപ്പോഴും ഫോർമാറ്റ് സ്പെസിഫിക് പറഞ്ഞാൽ %ZU ആണ്, പോസിറ്റീവ് വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സൈസ് ഓഫ് കൊടുത്തു. നമ്മളിപ്പോ ഡാറ്റ ടൈപ്പ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്പ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ബ്രാക്കറ്റ് കൊടുക്കണം സൈസ് ഓഫിന്റെ അകത്ത്. ഇനി തന്നെ ഞാൻ കോപ്പി എടുക്കുകയാണ്. ഈ സൈസ് ഓഫ് ക്യാരക്ടർ സൈസിന് പകരം ഇന്റിന്റെ സൈസ് വേണ്ടിയിരിക്കുക. ഇന്റ് സൈസ് %ZU CHന്റെ അവിടെ ഇന്റ് കൊടുക്കുക. ഈ ഫ്ലോട്ടിന്റെ സൈസ് ആണ് വേണ്ടിയിരിക്കുക. ഫ്ലോട്ടിന്റെ സൈസിന് CHന്റെ അവിടെ CH എന്നല്ല കൊടുക്കുക, ക്യാരക്ടർ എന്നല്ല കൊടുക്കുക. ഡാറ്റ ടൈപ്പിന്റെ നെയിം ക്യാരക്ടർ എന്നാണ്. CH ഇന്റ് ഫ്ലോട്ട് അടുത്തത് ഡബിൾ ഡാറ്റ ടൈപ്പിന്റെ സൈസ് കിട്ടണമെങ്കിൽ ഇവിടെ സൈസ് ഓഫിന്റെ അകത്ത് ഡബിൾ, അതായത് ആ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പിന്റെ നെയിം കൊടുക്കുക. വേരിയബിളിന്റെ അല്ല ഡാറ്റ ടൈപ്പിന്റെ നെയിം കൊടുക്കുക. ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം കമ്പൈൽ ചെയ്യുക, അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ക്യാരക്ടർ സൈസ് 1, ഇന്റിജർ സൈസ് 4, ഫ്ലോട്ട് സൈസ് 4, ഡബിൾ സൈസ് 8. അപ്പൊ നമുക്ക് അത് കിട്ടി. ഇതേ വാല്യൂസ് ഇതന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ക്യാരക്ടർ സൈസ് ഓഫ് ക്യാരക്ടറിന് പകരം ക്യാരക്ടറിന്റെ വേരിയബിൾ മാത്രം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് ക്യാരക്ടർ സൈസ് CH സൈസ് ക്യാരക്ടറിന് പകരം CHന്റെ സൈസ് കിട്ടണമെങ്കിൽ സൈസ് ഓഫിന്റെ അകത്ത് ഒന്നെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ CHന്റെ സൈസ് ഓഫ് CH കൊടുത്തു, അല്ലെങ്കിൽ എന്താ ഇന്റിജർ വേരിയബിൾ നെയിം എന്താ ഏജ് ആണ്. അപ്പൊ ഏജ് സൈസ് ഉണ്ട്. ഒന്നെങ്കിൽ സൈസ് ഓഫ് ഇതിന്റെ അകത്ത് ബ്രാക്കറ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സൈസ് ഓഫ് ഏജും കൊടുക്കാം, അല്ലെങ്കിൽ സൈസ് ഓഫ് ഏജ് കൊടുത്താൽ മതി. അതായത് ബ്രാക്കറ്റ് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുമ്പോൾ മാത്രമാണ് ബ്രാക്കറ്റ് കമ്പൾസറി. നമ്മൾ വേരിയബിളിന് നെയിം കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ 2 ലൈൻ കൊടുക്കുന്നില്ല, ജസ്റ്റ്
2 ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് പ്രോഗ്രാം. കണ്ട ഇവിടെ ക്യാരക്ടറിന്റെ സൈസ് CHന്റെ സൈസ് എത്രയാണെന്ന് കൊടുക്കാൻ സൈസ് ഓഫ് CH എന്ന് കൊടുത്തു. അല്ലെങ്കിൽ സൈസ് ഓഫിന്റെ അകത്ത് ബ്രാക്കറ്റ് കൊടുത്ത് ബ്രാക്കറ്റിന്റെ അകത്ത് CH കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഡാറ്റ ടൈപ്പിന്റെ നെയിം കൊടുക്കുമ്പോൾ മാത്രമാണ് ബ്രാക്കറ്റ് കമ്പൾസറി. ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കൊടുത്താൽ ഇവിടെ വീണ്ടും ഒരു 1 പ്രിന്റ് ചെയ്യും, ഇവിടെ ഏജിന്റെ അവിടെ 4 പ്രിന്റ് ചെയ്യും. ജസ്റ്റ് സേവ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട സൈസിന്റെ വീണ്ടും ഒരു സൈസ് 1, ഏജ് സൈസ് 4. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുക.